സോ വെൽക്കം ബാക്ക് ടു ഉഷാസ് കുട്ടി ലോകം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. ആദ്യം കുറച്ച് എന്താ പറയുക, അതിൻ്റെ മേക്കിംഗ് കാണിക്കാം എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, മിനി സ്കെച്ച് ബുക്കിൻ്റെ ഒരു മേക്കിംഗ് കാണിക്കാം എന്ന് വിചാരിച്ചു. സോ ഡു ഗോ ആൻഡ് സീ ദാറ്റ് ആൻഡ് ഐ കം ബാക്ക് ടു മീ. അപ്പോൾ ആദ്യം ഞാനൊരു ക്രാഫ്റ്റ് പേപ്പർ, ഹാർഡായിട്ടുള്ളൊരു കാർഡ് സ്റ്റോക്ക് എന്ന് പറയും, പക്ഷെ അത് ക്രാഫ്റ്റിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു കളറാണ്. അതെടുത്തിട്ട് ഞാൻ അതിനെ മെഷർ ചെയ്ത് ഞാൻ അത് ലൈക്ക് ലെങ്ത്ത് വിഡ്ത്ത് എത്ര വേണ്ടതെന്നുള്ളത് ചെയ്തു. ആൻഡ് ഒരു കട്ടറുണ്ട്, അപ്പോൾ ആ കട്ടർ വെച്ചിട്ടാണ് അത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. അതുപോലെ പേപ്പറും അതെ, അതുപോലെ മെഷർമെൻറ്റ്സ് എടുത്തു ആൻഡ് അത് കട്ട് ചെയ്തു. ഫുൾ പേപ്പർ എടുക്കാൻ പറ്റി, യൂസ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് പഞ്ച് ഹോൾ ഉണ്ട് എൻ്റെ കയ്യിൽ, അപ്പോൾ അത് ഞാൻ ഹോള് പഞ്ച് ചെയ്തു. അതിൻ്റെ ഫ്രണ്ടും ബാക്കും ആണ്. ബുക്കിൻ്റെ ഉള്ളിലുള്ള പേജസ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ പേപ്പേഴ്സ് തന്നെയാണ്, ബട്ട് മറ്റത് കുറച്ച് ഹാർഡാന്ന് മാത്രം. ആൻഡ് ദെൻ ഐ ആഡഡ് ഓൺ കീ ചെയിൻ പോലത്തെ ഒരു ക്ലിപ്പ് ആൻഡ് ദെൻ ടാസ്. ഇത് ഫസ്റ്റ് 4 ചിലതിൽ മാത്രമേ ഞാൻ ടാസിൽ ഇട്ടിട്ടുള്ളൂ, ചിലതൊക്കെ റിങ് ആയിട്ടാണ് ഇട്ടേക്കണത്. ആൻഡ് ഓഫ് കോഴ്സ് അത് വിത്ത് മെഷർമെൻറ്റ്സ് തന്നെയാണ് ഇതെല്ലാം ചെയ്തേക്കണത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ പേപ്പറൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. നമ്മൾ അത് ഹുക്ക് അത് നമുക്ക് തുറക്കാൻ പറ്റും. സോ യു ക്യാൻ ടേക്ക് ദറ്റ് പേപ്പർ ഔട്ട് ആൻഡ് ദെൻ ആഡ് ഓൺ ടു ഇറ്റ്. അങ്ങനെയും ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു എന്നാൽ പക്ഷേ നല്ലോണം യൂസബിൾ ആയിട്ടുള്ള ഒരു കീ ചെയിൻ അറ്റാച്ച്മെൻറ്റ് പോലത്തെ ഒരു പോക്കറ്റ് സൈസ് സ്കെച്ച് ബുക്കാണ് ഇത്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് ലോഗോ ഞാൻ കൊടുത്തായിരുന്നു, ബാക്കിൽ ഞാൻ എൻ്റെ ലോഗോ എഴുതിയായിരുന്നു. സോ ദിസ് ഇസ് ഹൗ ദ ഫസ്റ്റ് 4 ഞാനൊന്ന് ചെയ്ത് നോക്കിയതാണ്. അതുകൊണ്ടാണ് അത് സിമിലറായിട്ട് വന്നത്. ലൈക്ക് ദി ബ്രഷ് ഇലസ്ട്രേഷൻ ആൻഡ് ഓൾ ഇസ് ദ സെയിം. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യത്തെ 4 ചെയ്യണത് സെയിം ആക്കാം, ബട്ട് ടാൻസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കൂടെ ചെയ്ത് ഒരു ബഞ്ച് ഓഫ് കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്ത് തുടങ്ങിയത്. അത് ഇന്ന് രാവിലെയാണ് അത് ചെയ്തത്. അത് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെയാണ് മെഷർമെൻറ്റ്സ് എടുത്തിട്ട് അപ്പോൾ ഒരു ഫ്ലോ കിട്ടി. ദെൻ ഐ മെയ്ഡ് സം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇല്ലസ്ട്രേഷൻ ഓൺ ഇറ്റ്. പലതരം തീം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള യോഗ, മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെ ചില സിമ്പിൾസുകൾ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഇത് നിങ്ങൾ മറ്റേ ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഡു ചെക്ക് ഔട്ട് ദാറ്റ് ഷോർട്സ് ഓൾസോ. ആ ഷോർട്സിൽ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. ആൻഡ് സോ ഇത് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ മാതിരി ലൈക്ക് ദീസ് ആർ ദ വൺസ് ദാറ്റ് ഐ ഹാവ് മെയ്ഡ് നൗ. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും അതെങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇത് ഒരു പോക്കറ്റ് സൈസ് മിനി സ്കെച്ച് ബുക്കാണ്. ആൻഡ് ഈ പോക്കറ്റ് സൈസ് സ്കെച്ച് ബുക്ക് ഇസ് യു ക്യാൻ അറ്റാച്ച് എ കീ ചെയിൻ. യെസ്, കീ ചെയിൻ പോലത്തെ ഒരു സംഭവമാണ്. ആൻഡ് കീ ഇടുകയും ചെയ്യാം. ആൻഡ് യു ക്യാൻ കീപ്പ് ഇറ്റ് ഇൻസൈഡ് യുവർ പേഴ്സ് ഓർ ബാഗ് ഓർ എനിത്തിങ്. അപ്പം അതിൽ പല തീംസും ഉണ്ട്. ദിസ് ഇസ് ഹൗ ദ ഫ്രണ്ട് ആൻഡ് ദ ഒരു ബാക്കിൽ ഒരു ലോഗോ ഉണ്ട് ആൻഡ് പേരുണ്ട്. ആൻഡ് ദെൻ ദർ ഇസ് എ തീം. സോ ദിസ് ഇസ് ലൈക്ക് ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് യു ക്യാൻ റൈറ്റ്, യു ക്യാൻ ഡ്രോ, യു ക്യാൻ n number of things you can do. എന്താ പറയുക, നമ്മൾ ഗോൾസ് എഴുതാം. അപ്പോൾ ന്യൂ ഇയർ ആണെങ്കിൽ നമുക്ക് ഗോൾസ് എഴുതാം, ഓർ മേ ബി ടു ഡു ലിസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ വരയ്ക്കാം, ലൈക്ക് ഓൺ ദ സ്പോട്ട്. ഇഫ് ദർ സംതിങ് ലൈക്ക്, നമ്മളിപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല, വെൻ യു ആർ തിങ്കിങ് അബൌട്ട് സംതിങ് ടു റൈറ്റ്, ചിലപ്പോൾ നമ്മൾ ബാഗിൽ തപ്പിയാൽ കിട്ടില്ല.
ഇതിൽ രണ്ടും കാര്യങ്ങൾ നടക്കും. ഒന്ന്, നിങ്ങൾക്ക് ചെയിൻ കീ ഒക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം ഇതിലേക്ക്. രണ്ട്, എന്തെങ്കിലും എഴുതണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് എ പെൻ ആൻഡ് സ്റ്റാർട്ട് റൈറ്റിംഗ് ഇൻ ദിസ്, റൈറ്റ്? എല്ലാവരും ഇപ്പോൾ മൊബൈലാണ് യൂസ് ചെയ്യണേ, പക്ഷെ ചില കാര്യങ്ങളിപ്പോൾ മൊബൈലിൽ തന്നെ വേണ്ട, അത് പേപ്പറിൽ തന്നെ എഴുതണം എന്നുള്ളത് ഉണ്ടെങ്കിൽ അത്. സോ ദിസ് ഇസ് ലൈക്ക് എ മിനി ഒരു ചെയറാണ്, ഒരു സ്റ്റൂള് പോലത്തെ. ഞാനിത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇറ്റ് ഈസ് വെരി ക്യൂട്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ഫോർ മൊബൈൽ സ്റ്റാൻഡ്, ബട്ട് ഐ യൂസ് ദിസ് ആസ് ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഇപ്പോൾ സ്റ്റോളൊക്കെ ചെയ്യുകയാണ്. സോ അതിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം 3 ആണ് വെക്കാൻ പറ്റുക. അപ്പോൾ ഞാനിങ്ങനെ 3 ബുക്സ് ഞാൻ വെക്കാം എന്ന് വിചാരിച്ചു. ഇറ്റ്സ് എ വെരി സ്ട്രൈക്കിംഗ് തിങ്. ആൾക്കാർക്ക് വന്ന് എടുക്കാനും വന്ന് ഇങ്ങനെ കാണിക്കാനും ഒക്കെ പറ്റും. ആൻഡ് ഐ ക്യാൻ കീപ്പ് ഇറ്റ് ദെയർ ഓൾസോ. സോ ഇത് കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അത് കാണിക്കാം എന്ന് വിചാരിച്ചു. ദിസ് ഈസ് ലൈക്ക് എ ന്യൂ ഇയർ തീം. ദിസ് ഈസ് ഒബ്വിയസ്ലി ലൈക്ക് എ ക്രിസ്മസ് തീം. ക്രിസ്മസിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഒരു തീമാണ്. ദിസ് ഈസ് ലൈക്ക് എ ബ്രഷ് ടിപ്പിക്കൽ ബ്രഷ് കൈൻഡ് ഓഫ് എ തിങ്. ദിസ് ഈസ് ലൈക്ക് യു ഗോട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് ഒരു അഫർമേഷൻ പോലത്തെ ഒരു സംഭവം ആണ്. ആൻഡ് ദിസ് ഈസ് ലൈക്ക് ബാലൻസ്. ആക്ച്വലി ചില ബുക്കിൽ ഞാൻ കളർ പേപ്പേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൊക്കെ ഈ കളറാണ് പേപ്പർ. ഇത് ആക്ച്വലി ഉള്ള ഒരു സാധാരണ നമ്മുടെ A4 സൈസ് പേപ്പർ എടുത്തിട്ട് അതിനെ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ചെയ്തതാണ്. സോ ദിസ് ഇസ് ലൈക്ക് ബാലൻസ് ആണ് ലൈഫിൽ വേണ്ടത്. ആൻഡ് ദിസ് ഇസ് ജോയ്. എഗെയിൻ ക്രിസ്മസ് തീമായിട്ടുള്ള ജോയ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമാണ്. പിന്നെ ഗ്രേറ്റ്ഫുൾ, പ്യുവർ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓഫ്കോഴ്സ് ബ്രഷിൻ്റെ തന്നെ ഞാൻ 4 ഞാൻ അങ്ങനെ ഒരു ബ്രഷിൻ്റെ തീമായിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ദാറ്റ് ദിസ് ഇസ് ലൈക്ക് ഇഫ് പീപ്പിൾ വാണ്ട്സ് ടു ഡ്രോ, അതിനൊക്കെ വൈറ്റ് പേപ്പർ തന്നെയാണ് ഉള്ളത്. ആൻഡ് ദെൻ റെസ്റ്റ് ഐ സ്റ്റാർട്ടഡ് ടു എക്സ്പെരിമെൻറ്റ്. ഐ സ്റ്റാർട്ടഡ് ടു ആഡ് പേജസ്. ദിസ് ഇസ് വൺ മെഡിറ്റേഷൻ പോലത്തെ ഒരു ഇതാണ്. ദിസ് ഇസ് ലൈക്ക് ഫ്ലോറൽ ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിൽ. ഇത് സിമ്പിളാണ്. ഇതിൽ ശരിക്കും ക്രാഫ്റ്റ് പേപ്പറാണിത്, കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ ഇതൊരു പൂച്ചയാണ്. സോ ദിസ് ഇസ് ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ പോണത്. ആൻഡ് ഡു ലൈക്ക് and subscribe for more, because we are moving towards the the stall time date എന്ന് പറയുന്നത് ലേക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സോ ദാറ്റ് ഈച്ച് ടൈം യു ഡോണ്ട് ഹാവ് ടു സെർച്ച് ഫോർ മൈ നെയിം. ഓട്ടോമാറ്റിക്കലി എൻ്റെ എന്ത് കാര്യമായാലും അതിൽ വന്നിട്ടുണ്ടാവും നോട്ടിഫിക്കേഷനായിട്ട്. So thank you for joining me into this kutti mini sketchbook video.